യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, 12 ശിഷ്യന്മാരെ അയക്കുന്നതിന് പുറമെ 72 ശിഷ്യന്മാരെ അയക്കുന്ന ഒരു സംഭവവും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ സംഭവത്തെക്കുറിച്ചാണ് നാം ഇന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. 72 പേരെ അയക്കുമ്പോൾ കർത്താവ് ദൈവവിളിയുടെ രഹസ്യത്തെക്കുറിച്ച് നമ്മോട് പറയുന്നത് പ്രകാരമാണ്: വിളവധികം, വേലക്കാരോ ചുരുക്കം. ആയതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞാൽ, വിളഭൂമിയിലേക്ക് വേലക്കാരെ ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. അതായത് ദൈവവിളി ഉണ്ടാകുന്നത് പ്രാർത്ഥനയിൽ നിന്നാണ്. പ്രാർത്ഥനയാണ് ദൈവവിളിയുടെ ആരംഭവും ഉറവിടവും. ഇന്ന് ലോകം മുഴുവനും നമ്മുടെ തന്നെ പ്രദേശത്തുമുള്ള വലിയൊരു വെല്ലുവിളിയാണ് വൈദിക സന്യസ്ത ദൈവവിളിയിലേക്ക് കടന്നു വരുന്നവരുടെ കുറവും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് വ്യത്യസ്തമായ മറുപടികൾ നമുക്കുണ്ടായേക്കാം. പരമപ്രധാനമായ മറുപടി എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ കുറവാണ്. കാരണം ദൈവവിളിയുടെ ആരംഭവും ഉറവിടവും പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലാതെ ഒരിക്കലും ദൈവവിളി ഉണ്ടാകില്ല. എന്താണ് ദൈവവിളി എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി പ്രകാരമാണ്: ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ് ദൈവവിളി. ഉദാഹരണം, ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോൾ, അതവർക്ക് സഹിക്കാതെ വന്നപ്പോൾ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു: ദൈവം, ഞങ്ങളെ ഈ പീഡനത്തിൽ നിന്ന് രക്ഷിക്കണമേ. ആ നിലവിളി ശ്രവിച്ചുകൊണ്ടാണ് ദൈവം മോശയെ തിരഞ്ഞെടുത്തത്. മോശയെ ദൈവം തിരഞ്ഞെടുത്തത് ഇസ്രായേൽ ജനത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. ഇതുപോലെയാണ് പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ ദൈവവിളിയും ദൈവജനത്തിൻ്റെ നിലവിളിക്കുള്ള അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് ദൈവവിളി. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ നിന്നും വൈദിക സന്യസ്ത ദൈവവിളികൾ ഉണ്ടാകണമെങ്കിൽ നാം ആത്യന്തികമായി പ്രാർത്ഥനയിൽ വളരണം. ഉദാഹരണം, ഈ അടുത്ത കാലത്ത് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച കാർലോ അക്യൂറ്റസിൻ്റെ ജീവിതം തന്നെയാണ്. ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ അമ്മയോട് പത്രപ്രവർത്തകർ ഇപ്രകാരം ചോദിച്ചു: ഇന്നിൻ്റെ കാലത്തിൽ വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ അത്ര എളുപ്പമല്ല. ഈ സാഹചര്യത്തിൽ അങ്ങേക്ക് എങ്ങനെയാണ് തൻ്റെ മകനെ വിശുദ്ധിയിൽ വളർത്തുവാൻ സാധിച്ചത്? അതിന് ആ അമ്മ നൽകിയ മറുപടി പ്രകാരമായിരുന്നു: ഞാൻ വലിയ കാര്യങ്ങളൊന്നും എൻ്റെ മകന് വേണ്ടി ചെയ്തില്ല. പക്ഷേ ഞാൻ എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകുമ്പോൾ എൻ്റെ മകനെയും ദേവാലയത്തിൽ ദിവ്യബലിക്ക് കൊണ്ടുപോകും. അതേ പ്രിയമുള്ളവരെ, അവിടെ നിന്നാണ് ആ മകൻ്റെ ദൈവവിളിയുടെ ആരംഭം. കുടുംബത്തിൽ പ്രാർത്ഥന, പ്രഭാതത്തിൽ ദിവ്യബലി, പ്രദോഷത്തെ സന്ധ്യാപ്രാർത്ഥന, ജപമാല പ്രാർത്ഥന, ഇതാണ് എല്ലാ ദൈവവിളിയുടെയും ഉറവിടം. പ്രാർത്ഥനയാണ് ദൈവവിളിയുടെ ഉറവിടവും ആരംഭവും. ഏതൊക്കെ കുടുംബത്തിൽ, പ്രദേശത്ത് പ്രാർത്ഥനകളും പ്രാർത്ഥനയുടെ നിലവിളികളും ഉണ്ടാകുന്നു, അവിടെ നിന്നൊക്കെ വൈദിക സന്യസ്ത ദൈവവിളികൾ ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ആയതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ദൈവവിളി കൂടുതൽ പരിപോഷിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ പ്രദേശത്തും കുടുംബത്തിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയ ആ പ്രാർത്ഥന അനുഭവം നമുക്ക് വീണ്ടെടുക്കുകയും ആ പ്രാർത്ഥനയിലൂടെ അനുദിനം ദൈവവിളിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.